മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന 250 മീറ്റർ നീളമുള്ള ട്രെയിനിന് 50 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം കടന്നു പോകാൻ വേണ്ട സമയം കാണുക. നമുക്ക് ചോദ്യത്തിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗത്തിൽ. അപ്പോൾ വേഗത തന്നിട്ടുണ്ട് 60 കിലോമീറ്റർ പ്രതി മണിക്കൂർ. വേഗത സ്പീഡ് 60 കിലോമീറ്റർ പെർ ഹവർ. 250 മീറ്റർ നീളമുള്ള ട്രെയിൻ. അപ്പോൾ ട്രെയിനിൻ്റെ നീളം 250 മീറ്റർ. ട്രെയിനിൻ്റെ നീളം 250 മീറ്റർ. 50 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോമിൻ്റെ നീളം 50 മീറ്റർ. നമ്മൾ കാണേണ്ടത് ഈ പ്ലാറ്റ്ഫോം കടന്നു പോകാൻ ട്രെയിനിന് എത്ര സമയം വേണമെന്നാണ്. നമ്മൾ ആദ്യം ദൂരം എന്നെഴുതുന്നത്. ദൂരം എന്ന് പറയുന്നത് ട്രെയിനിൻ്റെ നീളവും പ്ലാറ്റ്ഫോമിൻ്റെ നീളവും കൂടി കൂട്ടണം. ദൂരം എന്ന് പറയുന്നത് ട്രെയിനിൻ്റെ നീളവും പ്ലാറ്റ്ഫോമിൻ്റെ നീളവും കൂട്ടുക. അപ്പോൾ 250ഉം 50ഉം കൂട്ടുമ്പോൾ 300 മീറ്റർ. ഇനി നമ്മൾ വേഗത എഴുതുക. വേഗത എത്ര? 60 കിലോമീറ്റർ പ്രതി മണിക്കൂർ. 60 കിലോമീറ്റർ പ്രതി മണിക്കൂർ. 60 കിലോമീറ്റർ പ്രതി മണിക്കൂർ. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി യൂണിറ്റ് ഒന്ന് താരതമ്യം ചെയ്ത് നോക്കാം. രണ്ടിൻ്റെയും കൂടി യൂണിറ്റ്. ഇവിടെ കിലോമീറ്ററാണ്, ഇവിടെ മീറ്ററാണ്. ഇവിടെ കിലോമീറ്ററാണ്, ഇവിടെ മീറ്ററാണ്. അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. യൂണിറ്റ് ഒരുപോലെ വരണം. അപ്പോൾ നമ്മൾ ഈ 60നെ 5/18 എന്ന കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 60നെ 5/18 എന്ന സ്ഥിരസംഖ്യ കൊണ്ട് ഗുണിക്കുക. നമുക്ക് ഈ 9 2 കൊണ്ട് പഠിച്ചെടുക്കുമ്പോൾ ഇവിടെ 30 വരും. 30. ആ 30 × 5 150. അടിയിൽ 2 കൊണ്ട് വെട്ടുമ്പോൾ 9 വരും. അടിയിൽ 2 കൊണ്ട് വെട്ടുമ്പോൾ 9. അപ്പോൾ എന്ത് വരും? 150/9. ഇപ്പോൾ യൂണിറ്റ് മീറ്റർ പ്രതി സെക്കൻഡായി. അപ്പോൾ നമ്മൾ കിലോമീറ്റർ പ്രതി മണിക്കൂർ എന്ന യൂണിറ്റിനെ, വേഗതയുടെ ഒരു യൂണിറ്റാണ് കിലോമീറ്റർ പ്രതി മണിക്കൂർ, ആ യൂണിറ്റിനെ മീറ്റർ പ്രതി സെക്കൻഡ് ആക്കാനാണ് നമ്മൾ എന്ത് ചെയ്യണത്? 5/18 കൊണ്ട് ഗുണിക്കണത്. ഇപ്പോൾ നമ്മുടെ ബുദ്ധിമുട്ട് തീർന്നു. കാരണം ഇവിടെ ദൂരം യൂണിറ്റ് മീറ്റർ, ഇവിടെയും മീറ്റർ വന്നു. ഇനി നമുക്ക് സൂത്രവാക്യത്തിൽ വില കൊടുക്കാം. എന്താ കാണേണ്ടത്? സമയമല്ലേ. സമയം കാണാൻ ദൂരം ബൈ വേഗത. ദൂരം എത്രയാണ്? 300 ബൈ വേഗത എത്രയാണ്? 150/9. 300/150/9 നമ്മളെങ്ങനെ ചെയ്യുക? ഛേദത്തിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് ഗുണിക്കണം. ഛേദത്തിൻ്റെ ഉൽക്രമം കൊണ്ട് ഗുണിക്കണം. അപ്പം 300 അംശം അതുപോലെ 2 ഇൻറ്റു ഇതിനെ തിരിച്ചിട്ടു 9/150. ഈ 150ഉം 300 കൂടി നമുക്ക് 2 പ്രാവശ്യം വെട്ടാം. 150നെ 2 കൊണ്ട് ഗുണിച്ചാൽ 300 കിട്ടും. 150നെ 2 കൊണ്ട് ഗുണിച്ചാൽ 300. അപ്പോൾ ഇവിടെ വെട്ടുമ്പോൾ 2 വരും. 2 × 9 ഉത്തരം 18. ഇത് സമയമാണ്, സമയത്തിൻ്റെ യൂണിറ്റ്. നമുക്കിവിടെ എന്താ സമയത്തിൻ്റെ യൂണിറ്റ്? സെക്കൻഡാണ്. ഉത്തരം 18 സെക്കൻഡ്.